ഇതിന്റെ പേര് കണ്ട പോലെ തന്നെ ഇതിന്റെ ഒറിജിനൽ സിനിമ തന്നെ ഞാൻ എൻ്റെ രീതിക്ക് ചെയ്തു എന്നുള്ള മാത്രം. എന്ന് വെച്ചിട്ട് എൻ്റെ രീതിക്ക് ഞാൻ പുതിയതാക്കിയിട്ട് ഉണ്ടാക്കി ചെയ്തോ എന്നൊന്നും അല്ല. ജസ്റ്റ് ഞാൻ ആഡ് ആക്കിയത് ലാസ്റ്റ് ഒരു ഹാപ്പി എൻഡിങ് മാത്രമാണ്. അല്ലാണ്ട് ഒന്നും എൻ്റെ സ്വന്തമല്ല. ഈ മൂവി കണ്ട ഹരത്തിൽ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. പിന്നെ കുറച്ച് പ്രശ്നം വന്നപ്പോൾ ഞാനത് പകുതി വെച്ച് നിർത്തി. എന്നിട്ടിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ലാസ്റ്റത്തെ കുറേ ഭാഗം കൂടിയാണ് എഡിറ്റ് ചെയ്ത് തീർത്തു. ആൻഡ് ഇത് നിങ്ങൾക്ക് കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടുക, പിന്നെ സപ്പോർട്ട് ചെയ്യാം ആസ് യൂഷ്വൽ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. കുറേയായി ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അതിന് പറ്റിയൊരു സമയം സന്ദർഭം എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ ഓക്കെയാണോ? ഇങ്ങനെ ചെയ്താ പോരെ അല്ലേ? ആ, കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നിന്റെ ഇഷ്ടം നടത്തിയെടുക്ക്. എന്നോട് പറയാൻ കാണിച്ച ധൈര്യം ആ കുട്ടിയോട് പറഞ്ഞാൽ മതി. എല്ലാം സിമ്പിളായിട്ട് നടക്കുമല്ലോ. ആ, പക്ഷെ അവളുടെ മുന്നിലെത്തുമ്പോ എവിടുന്നറിയില്ല, മുട്ടുകാലി ഇടിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊന്നും പറയാനും പറ്റത്തില്ല. ഇനി എന്തായാലും നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എൻ്റെ ഇഷ്ടം അവളോട് പറയണം. ഒന്നില്ലെങ്കിൽ ചെറുപ്പം തൊട്ടേയുള്ള കമ്പനിയല്ലേ. എത്രയായി വൺ സൈഡ് ഞാൻ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. ഇത് വേണ്ട. ഇത് കേട്ടിട്ട് തന്നെ ഭയങ്കര ക്രിഞ്ചായിട്ടാ തോന്നുന്നത്. ആദ്യം നീ ആളെ ടീസ് ചെയ്യ്. നമ്മള് പണ്ടാളെ വിളിച്ചു കളിക്കുന്നത് എന്താ, കടവക്കുഞ്ഞ്. അത് കേൾക്കുമ്പോ അവൾക്ക് നല്ല ദേഷ്യം വരും. അങ്ങനെ വിളിച്ചു കുറച്ചു കഴിഞ്ഞിട്ട് നീ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയും. അല്ലാണ്ട് ഇങ്ങനെ ബോറടിപ്പിക്കല്ലേ എന്റെ പൊന്നു മോനെ. നല്ലൊരു സമയവും സന്ദർഭവും നോക്കി ടെൻഷൻ ഇല്ലാതെ പറഞ്ഞാ മതി. ശരി, അന്ന് ഞാൻ പോട്ടെ. പൂച്ച അവിടെ വീട്ടിലൊറ്റയ്ക്ക. അതിന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല. വിശക്കുന്നുണ്ടാവും. ഷോ, ഇങ്ങനൊരു പൂച്ച പ്രേമി. ആകെ കൂടെ പിറപ്പെന്ന് പറയാൻ നീ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നീയും എന്നെ വിട്ടു പോയോ? ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ജീവനെ പോലെ നോക്കിയിട്ട് എന്തിനാടാ? എന്റെ തെറ്റ. ഞാൻ ലേറ്റ് ആയത് കൊണ്ടല്ലേ വിശന്നിട്ടത്. പാവം. ആ, ഹലോ തേയ, പറയൂ. ആ എടാ, പിന്നെ ഒന്ന് ക്ലബിൽ വരാൻ പറ്റുമോ? ഇല്ലടി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, തിരക്കില. അയ്യോ, എനിക്ക് വേണ്ടി ഒന്ന് വരാൻ പറ്റുമോ? ആ ശരി, വരാം. എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. എന്റെ ക്രിസ്റ്റൽ നെക്ലേസ് ഉണ്ടല്ലോ, അത് കാണണ്ടായി. അതില്ലാണ്ട് എനിക്ക് പറ്റത്തില്ല, നിനക്ക് അറിയില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരുപാട് ഞാൻ അന്വേഷിച്ചു. അതുപോട്ടെ, ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിട്ട് വരാം. വരുമ്പോ വാങ്ങാം. ചേച്ചി, ഇവിടെ വല്ല ക്രിസ്റ്റൽ നെക്ലേസും ഉണ്ടോ? അതായത് ഒരുപാട് മോഡൽ കാണല്ലോ. ഇതിനു മുമ്പ് ഇവിടുന്ന് വാങ്ങിയായിരുന്നു. ആക്ച്വലി കട ക്ലോസ് ആവാറായി. എന്നാലും മോൻ നോക്കിക്കോ, അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ദേ, ആ കാണുന്നത് നല്ലതാണ്. നല്ല ഗുഡ് വൈബ് തരുന്നതാണ്. ഇതിലൊക്കെ ഓരോന്നിനും ഓരോ പ്രത്യേകതയാണ്. ചേച്ചി, ഇതെന്താ സാധനം? ഇതിനു മുൻപ് ഇവിടെ കണ്ടില്ലല്ലോ. അതാണ് വൺ വിഷ് വില്ലോ. നമ്മൾ എന്താഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് അത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടന്നിരിക്കും. എന്നാ നെക്ലേസ് വേണ്ട, ഇത് മതി. ആ, ഇത് വാങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു പരാതിയായിട്ട് ഇങ്ങോട്ട് വരരുത്. അതെന്താ? ഇതിനു മുന്നേ ആരെങ്കിലും പരാതിയും കൊണ്ട് വന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, ചില ആൾക്കാർ ഇത് വാങ്ങും, എന്നിട്ട് തിരിച്ചു തരാൻ വേണ്ടി വരികയും ചെയ്യും. അവർക്ക് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇത് ചുമ്മാ വാങ്ങി വെക്കും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതാ. ജെ, നീ എന്താ ഇങ്ങനെ ആരോടൊന്നും സംസാരിക്കാതിരിക്കുന്നേ?
ഒന്നുമില്ല. കറക്റ്റ് സമയം, ഇപ്പൊ നല്ല സന്ദർഭ. എടാ പുത്രനെ പോലെ നോക്കി നിൽക്കാതെ പറ. എടാ എനിക്കൊന്നും വയ്യ. അല്ല, നിങ്ങൾ രണ്ടുപേരും തന്ന കണ്ണുകൊണ്ട് കോക്രി കാണിക്കുകയാണോ? എന്താ ഗൈസ്, നമുക്കൊന്ന് പോയിട്ട് ഡാൻസ് കളിച്ചിട്ട് വന്നാലോ? കമോൺ, നിങ്ങൾ പോയി കളിക്കുക, ഞാനില്ല. രാജേ, നീ വരണ്ട. നീ എങ്ങനെയെങ്കിലും അവളെ പ്രപ്പോസ് ചെയ്യ. കാര്യം എങ്ങനെ നടക്കാൻ നോക്ക്. ഞങ്ങൾ അപ്പോഴേക്കും മാറി നിൽക്കാം. രാജേ, നിന്നെ ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുക. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ ഒരുമാതിരി. പ്രശ്നമൊന്നുമില്ല. എനിക്ക് നിന്നെ ഹായ് സാർ, ഇനി വല്ല ഡ്രിങ്ക്സും വേണോ? നോ. നീ എന്താ പറയാൻ വന്നത്? നീ പറയാൻ വന്ന കാര്യം പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഫേസ് ഒക്കെ ഒരുമാതിരി ഇരിക്കുന്നു. അത് പിന്നെ ഞാന് കടയിൽ നിന്നൊരു സ്റ്റിക്ക് കഴിഞ്ഞു. നിന്റെ കച്ചട്ടത്തപ്പ മതി. നീ ഇത് കൊളാക്കും. പിന്നെ എന്റെ പൊന്നു കൊച്ചെ, അവന്റെ വീട്ടില് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്യാറ്റ് ഉണ്ടല്ലോ, ആ കിറ്റി, അത് മരിച്ചുപോയി. അതിന്റെ വിഷമ. അയ്യോ, എന്റെ ഫേവറേറ്റ് ക്യാറ്റ് ആയിരുന്നു അത്. പെട്ടെന്ന് അതിങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. എന്തോ പെട്ടെന്ന് വിഷമമായി. നീ വിഷമിക്കണ്ട കേട്ടോ. പോയത് പോയി, ഇനി അത് ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ നല്ല ടയേർഡായി. സോ എനിക്ക് വീട്ടിൽ പോകണം. എന്നെ ആരെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? നീ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നാ ശരി അളിയ, ഞങ്ങൾ വേറെ ബാറിലോട്ട് പോട്ടെ. എന്റെ പൊന്നു മോനെ, ഇത്രയും കുറിച്ച് നിനക്ക് മതിയായില്ലേ? മതി, വീട്ടിലോട്ട് പോവാം, അതാ നല്ലത്. എനിക്ക് ആകെ പറയാനുള്ളത് അത് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ അതും പോയി. സാരല്ലടാ, അത് ജസ്റ്റ് ഒരു ക്യാറ്റല്ലേ. എനിക്കറിയാം, ബോണ്ടിങ് എല്ലാം അറിയാം. എന്നാലും ആൾക്കാർക്കൊക്കെ പുതിയത് വാങ്ങ് എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാ. പക്ഷെ അതുമായിട്ടുള്ള ബന്ധം എനിക്കല്ലേ അറിയൂ. ആരുമില്ലാത്ത എനിക്ക് അതല്ലേ ഉള്ളൂ. ആരുമില്ല എന്നൊന്നും പറയണ്ട. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ഇത്രയും വർഷമായിട്ടും നിന്റെ കൂടെ തന്നെ ഉണ്ടായില്ലേ? അതും ശരിയാണ്. മതിയുടെ മതി, ഇവിടെ നിർത്തിയാ മതി. ഞാൻ അങ്ങോട്ടേക്ക് നടന്നോളാം. ശരി, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. എടാ, നിനക്ക് ലിസയോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഐ മീൻ ഈ ലവ്? അങ്ങനെയൊന്നുമില്ല. അവളെന്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. നല്ല ഗുഡ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അത് പിന്നെ നിങ്ങളിങ്ങനെ ഹഗ് ചെയ്യുന്നതും പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നതും ഒക്കെ കണ്ടപ്പോ എനിക്ക് എന്തൊരു സംശയം. അങ്ങനെ ഞാൻ ചോദിച്ചതാ. എനിക്കൊരു കാര്യം പറയാൻ. പറ ജെ, ഞാൻ കുറെ നേരം വെയിറ്റ് ആക്കുന്നു. നേരത്തെ നീ എന്തോ പറയാൻ വന്നു, പറ. ഒന്നുമില്ല. അത് പെട്ടെന്ന് എന്തോ വേറെ. സോറി, എന്നാ നീ പൊക്കോ. ശരി കടുവ കുഞ്ഞെ, ഗുഡ് നൈറ്റ്. നിനക്കറിയാലോ, എനിക്കത് വിളിക്കുന്ന പണ്ടേ ഇഷ്ടമല്ല. അതൊക്കെ പോട്ടെ, നിനക്കെന്നെ ഇഷ്ടമാണോ? ഇല്ല, ഞാനൊരു ഫ്രണ്ടായിട്ട് മാത്രം കാണുന്നുള്ളൂ. ഏതായാലും ഈ സാധനം ഞാൻ വാങ്ങി. കാശ് കളയാനായിട്ട്. അവളോട് നേരിട്ട് പറയാനുള്ള ധൈര്യം അതുമില്ല. ഇങ്ങനെയെങ്കിലും പറഞ്ഞു നോക്കട്ടെ, നടക്കുമെങ്കിൽ നടക്കട്ടെ. ഈ ലോകത്ത് തേയ എന്നെ മാത്രം അധികമായി ഇഷ്ടപ്പെടട്ടെ. ജെ, ഇങ്ങോട്ട് വരാൻ നേരത്താ എനിക്കെന്താ വാങ്ങുന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇവള് മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ വാങ്ങിയിട്ടില്ല, വാങ്ങാം. എന്നാ നീ വീട്ടിലോട്ട് വാ, നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം. അല്ലത്തയാ, നീ ഇതിനു മുന്നേ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ വീട്ടിൽ വരാനൊക്കെ. നിനക്ക് നിന്റെ പൂച്ചനെ നഷ്ടമായില്ലേ? അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. തേയാ, നീ ഓക്കെ അല്ലേ? നീ ഇങ്ങനെയൊന്നും എന്നോട് പറയാറില്ലല്ലോ. അയ്യോ, ഞാനെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരുമാതിരി വിയേർഡായിട്ട്? അത് എനിക്കും തോന്നി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്റെ കൂടെ വരാം കേട്ടോ. അല്ലതയാ, നീ എന്തിനാ ഇപ്പം എന്റെ കൂടെ വരുന്നേ? എന്റെ അച്ഛനൊട്ടും വയ്യ, ക്യാൻസറാ. പിന്നെ മരണാവസ്ഥയിൽ നിൽക്കുക. അത് കണ്ട് അവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല.
അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ നിന്റെ കൂടെ വന്നോട്ടെ? ഇവൾക്ക് ഇതെന്ത് പറ്റി? ഞാൻ വന്നോട്ടെ? കരണ്ട, പോകാം. നീ ഈ റൂമിൽ കിടന്നു കേട്ടോ. ഞാൻ തൊട്ടടുത്ത റൂമിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ജെ, ഞാനിന്ന് ഒരുപാട് വിയേർഡായിട്ട് ബിഹേവ് ആക്കിയല്ലേ? ഇല്ല, കുഴപ്പമില്ല. നീ കിടന്നോ. ജെ, ഇന്ന് എൻ്റെ കൂടെ കിടക്കോ? നിന്റെ കൂടെ കിടക്കാനോ? അത് ശരിയാവില്ല. നീ കിടന്നോ. പ്ലീസ് ജെ, ഐ ഫീൽ സോ സാഡ്. പ്ലീസ് എൻ്റെ കൂടെ കിടക്കൂ. അത് പിന്നെ അത് ഞാൻ വരാം. ഞാനൊന്നും ചെയ്തില്ല. നീയല്ലേ കിസ് ചെയ്തത്? അത് ഞാൻ നിന്റെ മുഖത്ത് എന്തോ കണ്ടു. അത് കണ്ട് പേടിച്ചതാ. സോറി, എന്റെ തെറ്റാ. കുഴപ്പമില്ല. നിന്റെ തെറ്റല്ല. നീ മുകളിൽ ബെഡിൽ കിടന്നോ. ഞാൻ താഴെ കിടന്നോളാം. ചില ആൾക്കാർ പറയുന്നത് ഇത് ശരിക്കും ഉണ്ടെന്ന്. ചില ആൾക്കാരാണെങ്കിൽ ഇതൊട്ടുമില്ല എന്ന്. കള്ളമാണ്, സത്യമാണ്, ഇത് മൊത്തം മിക്സ്ഡ് ആണല്ലോ. അപ്പൊ പിന്നെ ഞാനത് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇതിലൊന്നും ഒരു കാര്യമില്ല മയില്. നീ എന്താ ചെയ്യുന്നേ? ഞാൻ ബാത്റൂം പോവാൻ. ശരി, വന്ന് എൻ്റെ കൂടെ കിടക്ക്. വാജെ, പെട്ടെന്ന്. തേയ ജെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഒരുമാതിരി സ്മെല്ല് വരുന്നു? അത് പിന്നെ നിന്റെ കാറ്റ് ചത്തുപോയില്ലേ, അപ്പം അതിനു വേണ്ട പൂജകളൊക്കെ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. ഇല്ല ഹണി, ഇനി ചെയ്യില്ല. ഇന്നലെ എന്തിനു നടന്നോ? ഇല്ലടാ, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അവൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരാന്നൊക്കെ പറഞ്ഞു. എന്താ നിന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? നീ എന്നോട് ചിരിച്ച് സംസാരിക്കുക കേട്ടോ. അവൾ ആദ്യം ഇന്നലെ അവളുടെ അച്ഛന് ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോയി. പിന്നെ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൾ എന്നെ കിസ് ചെയ്തു. അത് കഴിഞ്ഞ് അവളുടെ കൂടെ കിടക്കാൻ പറഞ്ഞു. പിന്നെ എന്തിനൊക്കെയോ വേണ്ടി അവൾ കരഞ്ഞു. എനിക്ക് തോന്നുന്നു അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. മേ ബി ഇന്നലെ ഡ്രഗ് യൂസ് ചെയ്ത് കൊണ്ടായിരിക്കും. എന്നാ ശരി കളിയാ, നാളെ കാണാം. എടാ, തേയ നിന്റെ കാറിൽ കയറി ഇരിക്കുന്നുണ്ടല്ലോ. നിന്റെ കൂടെ വരാനാണോ തീരുമാനം? തേയ, ഇന്ന് എന്റെ വീട്ടിൽ വരാൻ പറ്റത്തില്ല. ഓ ശരി, ഞാൻ ചിമ്മീന്റെ കാറ് പൊക്കോളാം. നീ അവളെ വീട്ടിൽ കൊണ്ടാക്കില്ലേ? ആടാ, ഞാൻ കൊണ്ടാക്കിക്കോളാം. അവള് നോർമൽ ആയിരുന്നോ അപ്പം? ആടാ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നോട് പഴയ പോലെ തന്നെ സംസാരിച്ചത്. എന്നിട്ട് ഞാൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിടാ.
സോറി ജയ്, എന്നോട് ജിമ്മി പറഞ്ഞു ഞാൻ നിന്നോട് ഇന്നലെ വിചിത്രമായിട്ട് പെരുമാറുന്നൊക്കെ. എനിക്കും തോന്നി, സോറി. ഏയ് അത് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഞാൻ ഡ്രഗ് എടുത്തിരുന്നു, അതാ അങ്ങനെയൊക്കെ ബിഹേവ് ആക്കിയത്. പിന്നെ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയാം, എനിക്കും നിന്നെ ഇഷ്ടമാണ്. പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഒരുപാട് കാലമായിട്ട് ഇഷ്ടമാണ് നിന്നെ എനിക്ക്.
ഞാൻ മുമ്പ് നിനക്കെന്നോട് നല്ല രീതിക്ക് അഡിക്ഷൻ പോലെ ഇഷ്ടമുണ്ടോന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു വൺ വിഷ് വില്ല ഓടിച്ചിരുന്നു. ആ പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം അതൊക്കെ ഫേക്കാന്നാ ഇന്റർനെറ്റ് പറയുന്നത്. ഈ ചിമ്മി എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? പിന്നെ വിളിക്കാം. എനിക്ക് നിന്നെ പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഈ ലോകത്ത് നിന്നെ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ആക്കിയത്. ആ എനിക്ക് പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് നിന്റെ കളി കണ്ടപ്പോഴേ തോന്നി നിനക്ക് ടെൻഷനായിട്ടാണ്. ഒന്ന് ഫോൺ എടുക്കന്റെ പൊന്നുച്ചേ. എടി നീ ഒന്ന് വെയിറ്റ് ആക്ക്. ചിമ്മി വല്ലാതെ വിളിക്കുന്നു. നീ ഒന്ന് കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം. ആ ശരി, പോയിട്ട് വാ. എന്താടാ പ്രശ്നം? നീ എന്തെങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? എടാ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ. നിന്നോട് എന്താ പറഞ്ഞത്? അവളുടെ അച്ഛന് ക്യാൻസർ ആണെന്ന്. എന്നാ സത്യത്തില് അവളുടെ അച്ഛനൊന്നുമില്ല, പക്ക ഓക്കെയാണ്. പിന്നെ ലിസനോട് അവള് പറഞ്ഞിട്ടുണ്ട് നീ അവളുടെ ഒരു ബ്രദറിനെ പോലെയാണെന്ന്. പിന്നെ എന്താ ഇപ്പം അവൾക്ക് നിന്നോട് ഇത്രക്കാലം പ്രണയം വരാന്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നിന്റെ നല്ലതിനെ. എന്റെ അഭിപ്രായത്തില് അവള് വേറെന്തിനോ വേണ്ടി നിന്നെ ഇഷ്ടപ്പെടുന്ന പോലെ. എന്തോ അവൾ അവളായിട്ടല്ല നിൽക്കുന്നത്. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് ഒന്നുമില്ലടി. ജി, നിന്നെ കിട്ടിയതിൽ ഞാൻ ഏറ്റവും നല്ല ലക്കി പേഴ്സണാണ്. പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തടത്തോളം. അതുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് തന്നൊരു ഗിഫ്റ്റുണ്ട്, അത് നിനക്ക് ഞാൻ തരാം. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കണം എനിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഈ ലോകത്ത് എല്ലാത്തിനും കാട്ടിയും എന്നെയാണോ ഇഷ്ടം? ജി, ഐ ലവ് യു സോ 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 മച്ച്. എങ്ങനെ പറയണമെന്നറിയില്ല. നിന്റെ അച്ഛന് ശരിക്കും ക്യാൻസർ ഉണ്ടോ? ഇല്ല 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 ഇങ്ങനെ ചെയ്യാതെ. നമ്മൾ നല്ലൊരു ഡേറ്റിലായിരുന്നു ഞാൻ വിചാരിച്ചത്. അതങ്ങനെ പോയാൽ എന്താ? നിർത്ത്. നമ്മൾ നല്ലൊരു ഡേറ്റ് തന്നെയാ. നമ്മൾ നല്ല ഡേറ്റിലാ. ഈ പാതിരാത്രി പെണ്ണിന് ഇതെവിടെ പോയോ എന്തോ. നീ അവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ ഉറങ്ങുമ്പോഴല്ല നിന്നെ സ്വപ്നം കാണുന്നേ. പക്ഷെ ആ സ്വപ്നത്തിൽ മാത്രം നീ എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉറങ്ങണ്ട. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ വാ, ഇപ്പം വന്ന് കിടക്ക്. ഇല്ല, ഞാൻ വരില്ല. അത് വെറും സ്വപ്നല്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ഇപ്പൊ വന്ന് കിടക്ക്. ഞാൻ കിടക്കും. പക്ഷെ ഇപ്പൊ നീ കിടന്നോ? ചെല്ല്, പെട്ടെന്ന് കിടന്നോ. നീ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കാത്തത്? എനിക്ക് പേടിയാവുന്നുണ്ട്. നിനക്ക് ശരിക്കും എന്താ സംഭവിച്ചത്?
ഏയ് ഒന്നും സംഭവിച്ചില്ലല്ലോ. വാ നമുക്ക് കിടക്കാം. ഇവിടെ തന്നെ കിടന്നോ? മതിയായിരിക്കും. ദയാ, ഇന്നലത്തെ നിന്റെ ബിഹേവിയർ എനിക്ക് നല്ലപോലെ പേടിയായിട്ടുണ്ട്. അത് പിന്നെ ഞാന് ഉറക്കത്തിലായിരുന്നു, ഉറക്കപ്പിച്ചില്. സാരില്ല, ഇനി അങ്ങനെ ചെയ്യാതിരുന്നാ മതി. എന്താ? ഞാനത് എക്സ്പ്രഷൻ ഇട്ടതാ, എങ്ങനെ മതിയോ? ജെ, ഇന്ന് ജോലിക്ക് പോകണ്ട, എന്റെ കൂടെ ഇരുന്നൂടെ? ഏയ് വയ്യ, ജോലിക്ക് പോണം ഇന്നെന്തായാലും. വേണ്ട, ഇന്നിനി ഏതായാലും ജോലിക്ക് പോകണ്ട, പ്ലീസ്. എന്റെ കൂടെ ഇരുന്നു, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ ഒരുമിച്ച് ഇരുന്ന് എൻജോയ് ചെയ്യാം. ഇല്ല ഇല്ല, ജോലിക്ക് പോണം. ജോലിക്ക് പോയാലേ നമുക്ക് രണ്ടുപേർക്കും നല്ല പോലെ ജീവിക്കാൻ പറ്റൂ. ഹലോ ഗൈസ്, നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാലോ? ആ കളിക്കാം. ഏതായാലും എല്ലാ ഫ്രണ്ട്സും ഒന്നും കൂടി ഒത്തുകൂടിയതല്ലേ. എങ്കിൽ ഞാൻ തന്നെ ചോദിച്ചു തുടങ്ങാം. എനിക്ക് ലിസനോടാ ചോദിക്കാനുള്ളത്. നിനക്ക് ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ? ഉണ്ട്. എന്റെ അടുത്തിരിക്കുന്ന ആളില്ലേ, ഇയാളോട് തന്നെ. പണ്ട് തൊട്ട് എനിക്ക് മുടിഞ്ഞ ക്രഷായിരുന്നു. മേ ബി എന്റെ ബിഹേവിയറിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ബട്ട് ഷീസ് മൈ ഗുഡ് ഫ്രണ്ട് യാർ. ശരി, ഞാൻ കുറച്ച് പേപ്പറിൽ കുറച്ച് ഡെയർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിൽ കിട്ടുന്ന ഡെയർ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കണം. എന്താ, നടക്കുമോ? പിന്നെ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ, നീ അങ്ങ് ലോട്ടിട്. ശരി, ആ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പേപ്പർ എടുക്ക്. ഫസ്റ്റ് ഞാൻ എടുക്കാം. പറ്റണ കാര്യമല്ല, എടുക്ക്, എന്നിട്ട് നീ എടുത്തോ. ആഹാ, എനിക്ക് പണി തരാനാന്ന് എനിക്കറിയാം. എന്താ ബേബി അത്? വായിക്ക്. അത് എന്റെ വലതു ഭാഗത്ത് ആരാണോ ഇരിക്കുന്നത് അയാളെ കിസ് ചെയ്യാൻ വേണ്ടിട്ട്. അത് ശരി, ഗോളടിച്ചല്ലോ. വലതു ഭാഗത്ത് ലിസയുണ്ട്, ഇടതു ഭാഗത്ത് നിന്റെ ഗേൾ ഫ്രണ്ടായ തേയും ഉണ്ട്. അതിലെന്താടി, ഞാൻ വലതു ഭാഗത്തിരുന്നാ പോരെ? അപ്പൊ ഞാനാവില്ല വലതു ഭാഗത്ത്, അതത്രേ ഉള്ളൂ. ലിസ, എണീച്ചു പോയേ. ഡെയർ എന്ന് പറയുമ്പോ ഡെയറായിട്ട് എടുത്താ പോരെ, അതിലിങ്ങനെ പൊസസീവ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നീയൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഇതെന്റെ ബോയ് ഫ്രണ്ടാ. ആൻഡ് വാട്ട് ഈസ് മൈൻ ഈസ് ഓൾവേസ് മൈൻ. ഐ ഓൺലി ഡിസേർവ് ഹിസ് കിസസ്. കിസ് മീ ജെ, ഞാനാ നിന്റെ അടുത്തുള്ളത്. നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എനിക്കിനി ഇതിനകത്തൊന്നും ഒരു എസ്കേപ്പും ഇല്ലാതാണോ? എൻ്റെ പൊന്നു മോനെ, നിന്നോടിത് വാങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തുനിന്ന് നിനക്കൊരു എക്സ്കേപ്പും ഉണ്ടാവത്തില്ല എന്ന്. പിന്നെ ഞാൻ പറയട്ടെ, മരണമല്ലാതെ ഇതിൽ നിന്ന് നിനക്കൊരു മോചനം ഉണ്ടാകത്തില്ല. നീ ഇത് പൊട്ടിച്ചതിന് ശേഷമാണ് അവൾ നിന്നെ ഇങ്ങനെ ടോക്സിക്കായിട്ട് റിലേഷൻഷിപ്പ് ഇങ്ങനെ പ്രേമിക്കാൻ തുടങ്ങിയതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനി നീ മരിച്ചാലോ അല്ലെങ്കിൽ അവൾ മരിച്ചാലോ ഇത് എൻഡ് ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇനി ഇതല്ലാതെ വേറൊരു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാം, നീ പറഞ്ഞ വിഷിൻ്റെ ഓപ്പോസിറ്റ് വിഷ് ഒരാൾ പറഞ്ഞിട്ട് അത് ഒടിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി വർക്കൗട്ടാവും. അപ്പോൾ ജീവൻ പോകാതെ നോക്കാം. അപ്പോൾ ഇതിന്റെ അർത്ഥം ഒന്നെങ്കിൽ എൻ്റെ മരണം അല്ലെങ്കിൽ അവളുടെ മരണം. ഇത് രണ്ടും അല്ലെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെ ആരിതൊക്കെ വിശ്വസിച്ച് ഓടിക്കാനാ? വെറുതെ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടായിരുന്നു. നോക്ക്, ആ ലിസയായിട്ടൊരു കോപ്പിലെ ബന്ധവും നിനക്ക് വേണ്ട. ഞാൻ മാത്രം മതി. എൻ്റെ പൊന്നുതയാ, ഫസ്റ്റ് നീ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ എത്ര ടോക്സിക് ആണെന്ന് നീ ചിന്തിച്ചോ? ഇത് എന്തിനാ നീ ഇങ്ങനെ ടോക്സിക് ആവേണ്ട ആവശ്യം? ഇങ്ങനെയുള്ള നിന്നെ അല്ലല്ലോ ഞാൻ സ്നേഹിച്ചത്. നോക്ക്, നീ അല്ല ഇത്. നീ ഒന്ന് നീയായിട്ട് ബിഹേവ് ചെയ്യാം. എനിക്ക് നിന്നെയാണ് വേണ്ടത്.
അല്ലാതെ ഇങ്ങനെ ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് നീ പറ്റുന്നില്ല ഇത്. എന്നോട് എതിർത്ത് സംസാരിക്കാൻ കാരണം അവളല്ലേ? ഞാൻ കാണിച്ചു തരാം. നോക്ക് ജെ, അവൾക്ക് നിന്നോട് ട്രൂ ആയിട്ട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ അവൾ എന്തിനോ വേണ്ടി നിന്നെ സ്നേഹിക്കുകയാണ്. ഇതിന് മുന്നേ വരെ നീ നല്ലൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞ അവള് ഇപ്പൊ നിന്നോട് ഇത്ര ടോക്സിക് ആയിട്ട് അഡിക്റ്റ് ആയിട്ട് പ്രേമിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവളെ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് അവളെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ സ്നേഹിച്ച ആളല്ല എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് പറ്റിപ്പോയ തെറ്റാണെന്ന് ഞാൻ പറയൂ. നോക്ക് ജെ, നിന്നെ സ്നേഹിക്കുന്ന നല്ലൊരു പെണ്ണിനെയാണ് നിനക്ക് ആവശ്യം. നിനക്ക് അതാണ് ഡിസേർവ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ ഭ്രാന്തിയെ പോലെ പ്രേമിക്കുന്നതല്ല. യു മീൻ അബൌട്ട് യു റൈറ്റ്? With the laundry list that follows the city president's daily. You know I wouldn't believe it. He did run a fantastic campaign based around women who change the city. നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ പഴയ തേയാണ് സ്നേഹിച്ചത്, അല്ലാതെ ഇങ്ങനെ ഇത് നീയല്ല. സത്യമായിട്ടും നീ പറയുന്നത് പോലെ പറ്റത്തില്ല. എന്നെ വിട്ട് പോവല്ലേ. നീ എന്തിനാ എന്നെ വിട്ട് പോകുന്നത്? നമുക്കിടയിലെ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല, വേണ്ട. നമുക്കിടയിൽ ഡിസ്റ്റൻസ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എല്ലാം നിനക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. എന്തായാലും എന്തായാലും നമുക്കൊന്ന് മാറി നിന്നേ പറ്റൂ. പിന്നെ ലിസന്റെ ബോഡിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നീ അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നീ നീ ഇപ്പൊ കിടന്നുറങ്ങിക്കോ. എന്തായാലും എന്നെ വിട്ട് മാത്രം പോവല്ലേ. എന്താ മോനെ, നിന്റെ പ്രശ്നം ഇനിയും മാറിയില്ലേ? എൻ്റെ പൊന്നു ചേച്ചി, ശവമായിട്ട് ജീവിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. ഇതിന് എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ എത്ര നിങ്ങളെ വിളിച്ച് ചോദിച്ചു, അപ്പോഴും നിങ്ങൾ പറയും ഒരാൾ മരിച്ചാലേ ഇതൊക്കെ മാറുന്നു. ആരെങ്കിലും ഒരാൾ സിൻസിയറായിട്ട് എങ്ങനെയെങ്കിലും അവൾ പഴയ ആളായിട്ട് വരണമെന്ന് പറഞ്ഞൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് റിയൽ ആവത്തില്ലേ ചേച്ചി? എൻ്റെ ഫ്രണ്ട്സായ കൂടി ഞാനിത് പറഞ്ഞ് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളോട് ഇത്രയും കാലത്ത് അനുഭവം വെച്ച് ഞാൻ പറയുമോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് വേണ്ടി നിങ്ങളെങ്കിലും ഒന്ന്. ഡി, ഷോപ്പിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇനി വെക്കണ്ട കേട്ടോ. ഇത് എൻ്റെ പെങ്ങളാണ്. ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട് ഒരു സാധനം ഈ കടയിൽ വിൽക്കരുതെന്ന്. പിന്നെ ഇതിന്റെ പേരിൽ തന്നെ എത്ര പേരാ വന്നതെന്നറിയോ? ചില ആൾക്കാർ വന്നിട്ട് പറയുന്നത് ഇത് നടന്നില്ല എന്നാണ്. ആൻഡ് ചില ആൾക്കാർ വന്നിട്ട് പറയുന്നു ഇത് നടക്കുന്നുണ്ട്, ജീവിതം തലഞ്ഞു. ചില ആൾക്കാർ നല്ല ഹാപ്പി ആയിട്ട് വന്നിട്ട് പറയും ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നു മോനെ, എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ അത്യാവശ്യം പഴയ പുരാതനമായ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. പിന്നെ ഇവിടെ കിട്ടുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. എക്സ്പെൻസീവിനെ മറിച്ച് ഇവിടെ കിട്ടുന്ന ഓരോ സാധനത്തിനും ഓരോ അർത്ഥങ്ങളുണ്ടെന്നുള്ള കാര്യം മോൻ ഓർത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇത് ശരിയാണോ തെറ്റാണോ അതോ ഇനി കള്ളമാണോ ഉള്ളതാണോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇത് വിൽക്കുന്ന ഒരാളാണെന്ന് മാത്രം. ജെ, നീ എന്താ വിഷമത്തിലാണോ? എന്ത് പറ്റി എൻ്റെ ജേക്ക്? എൻ്റെ പൊന്നു തേയ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഈ നിന്നെ അല്ല ഞാൻ സ്നേഹിച്ചത്. എനിക്ക് എന്നോട് ക്ഷമിക്കാൻ. ഞാൻ കാരണം തന്നെയായിരിക്കും നിന്റെ ഉള്ളിലെ യഥാർത്ഥ നിന്റെ ലൈഫ് തന്നെ ഇല്ലാണ്ടായത്. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതാ നല്ലത്. അപ്പൊ എന്നെ വിട്ട് പോവാനാണോ നീ പാർട്ടി വരുന്നത്? നിനക്ക് എങ്ങനെയെങ്കിലൊക്കെ പറയാൻ തോന്നുന്നു? ഇത്രയും കാലം ഇങ്ങനെ നമ്മൾ ജീവിച്ചത് അതുപോലെ നമുക്ക് ജീവിച്ചാൽ പോരെ. എനിക്ക് നിന്നോടുള്ള സ്നേഹം ട്രൂ ആണ്. ഈ ലോകത്ത് എനിക്ക് വേറെ ആരെക്കാളും ഇഷ്ടം നിന്നെ മാത്രമാണ്. വേറെ ആരെയും എനിക്ക് ഇതുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്നെ ഒഴിവാക്കല്ലേ പ്ലീസ്. നീ എവിടെ പോകുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലടി. നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ മോശമായിട്ടുള്ള കാര്യം ചെയ്തു. അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിക്ക് ഞാൻ എത്തിയത്. നീ ഇങ്ങനെ ഉള്ളുകൊണ്ട് വേദനിച്ച് പുറമേൽ
നിന്നെ വേദനിപ്പിച്ചു. എന്തിനും ഈ അടുത്ത് തന്നെ ഒരു കുപ്പി ഗ്ലാസ് എടുത്തിരുന്നില്ലേ നീ നിന്റെ മുഖത്തടിച്ച് പരുക്കുണ്ടാക്കിയത്? എന്തൊക്കെയാണെങ്കിലും ഇത് നീ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, നിന്റെ ഉള്ളിൽ ആരോ ചെയ്യുന്നതാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ എൻ്റെ ഈ അത്യാഗ്രഹം കാരണം നിന്റെ ഉള്ളിലെ യഥാർത്ഥ നിന്നെ ഒരിക്കലും നീ മറക്കരുത്. അവളപ്പം എത്ര വേദന അനുഭവിക്കുന്നുണ്ടാവും. ഞാൻ കാരണം ഇനി ഒരിക്കലും അത് വേണ്ട. വേണ്ട 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 വേണ്ട, എന്നെ വിട്ട് പോണ്ട. ഞാൻ നല്ലപോലെ ഇരുന്നോളാം. എന്നെ വിട്ട് പോവല്ലേ. എനിക്ക് നീ അല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഇനി നല്ലപോലെ ഇരുന്നോളാം. എന്തിനാ വെറുതെ നമ്മൾ ഇത്രയും കാലം നല്ലപോലെ ഹാപ്പിയായിട്ട് ജീവിച്ചതല്ലേ. അതിൻ്റെ ഇടയിൽ ഓരോ ആൾക്കാർ വന്നിട്ടാ നിന്നെ എന്നിൽ നിന്ന് വേർപെടുത്തിയത്. എനിക്ക് ഉറപ്പാ. പ്ലീസ് എന്നെ വിട്ട് പോവല്ലേ. പ്ലീസ്, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. എന്നെ വിട്ട് പോവല്ലേ. എന്താ മിറാക്കിള് സംഭവിച്ചതെന്ന് ഇതുവരെ അറിയത്തില്ല. പക്ഷെ അവളിപ്പോൾ 100% ഓക്കെയാണ്. നീ ഇനി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ ഇങ്ങോട്ട് വാ, നീ തന്നെ അവളെ കാണ്. അവൾ ടോട്ടലി ഓക്കെയാണ്. എനിക്ക് പഴയ ഒരു പ്രസൻസ് ഫീൽ ആവുന്നുണ്ട്. എനിക്ക് അവളെ കാണാൻ എന്തൊരു പേടി പോലെ. നീ ഇങ്ങനെ പേടിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളിപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. നീ അവളെ പോയി കണ്ടാൽ നിനക്കത് ഫീലാവും. എനിക്കത് നല്ലപോലെ ഫീലായി. ഞാൻ നിന്നോട് ബെഗ് ചെയ്യാം. എന്തോ ഭാഗ്യത്തിന് നിങ്ങളുടെ ജീവന് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒന്ന് അവളെ പോയി കാണ്. ആൻഡ് ഇത് കഴിഞ്ഞ് നമുക്കൊരു സ്ഥലം വരെ പോകണം. എന്നോട് സംസാരിക്കാൻ പേടിയുള്ള ആളുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് സോറി പറയാനാണ് തോന്നുന്നത്. മേ ബി ഏതെങ്കിലും ജന്മത്തിൽ ഞാൻ എന്തെങ്കിലും ശത്രുത ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആരോ എന്നെ ശപിച്ചതുപോലെ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്കെൻ്റെ ശരീരത്തിനെയോ മനസ്സിനെയോ നിയന്ത്രിക്കാൻ പോലും പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു വിയേർഡായിട്ട് തോന്നുക ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന്. എന്നാൽ അതിനോ അത് ഞാനല്ല ചെയ്തതൊന്നും. എന്തോ ഞാൻ പൊസസ്ഡ് ആയ പോലൊക്കെ. എല്ലാം പോട്ടെ, ഇനി ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല. എല്ലാം എന്തൊക്കെയോ എനിക്ക് നടന്നു. എന്നെ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെൻ്റലാന്ന് വേണമെങ്കിൽ പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല. നിൻ്റെ ലൈഫിൽ നിന്നെ ഒരുപാട് ഞാൻ ഹേർട്ടാക്കി. നിനക്ക് വേണ്ടപ്പെട്ടതിനെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, ബോധപൂർവ്വം അല്ലെങ്കിലും ഞാൻ ഒരാളെ കൊന്നിട്ട് വരെയുണ്ട്. സോ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യത്തില്ല, ഒരിക്കലും. നീ വിഷമിക്കണ്ട. എനിക്ക് നിന്നോട് പണ്ട് തൊട്ടേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. നിനക്കും എന്നെ ഇഷ്ടമെന്ന് എനിക്കറിയാം. അത് പറയട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഓക്കെയാണ്, നീ ഓക്കെ ആയിരിക്കും. എന്നെയും കാട്ടിയും നല്ലൊരാളെ നിനക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ഞാൻ തന്നെയാണ് എല്ലാത്തിനും തെറ്റ് ചെയ്തത്. എന്നോട് ക്ഷമിക്കണം. എല്ലാം തുടങ്ങി വെച്ചത് ഞാനാ. ഞാൻ കാരണം ഒരുപാട് അനുഭവിച്ചു. എടി, എനിക്കിപ്പോഴും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തിന് ഒരു കുറവും വന്നില്ല. എന്നാൽ നീ ഇങ്ങനെ വേദനിച്ച് മറ്റൊരാളെ നിൽക്കുന്നത് കാണാൻ, അതും എൻ്റെ സ്വന്തം ആഗ്രഹത്തിന് നീ ഇങ്ങനെ മാറി പെട്ടെന്നൊരു ബോധമില്ലാത്തതുപോലെ പെരുമാറുന്നു. നിന്നെ എത്ര അത് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു നീ വെറുതെ അഭിനയിക്കുമായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പം എനിക്ക് ബോധ്യമായി, എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. എന്നെ ആരോ രക്ഷിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ മരിക്കാണ്ട് നീ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ കാര്യമുണ്ട്. നീ ഹാപ്പിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് ഇറങ്ങി ഓടിയത്. അല്ലാണ്ട് നിന്നെ കളഞ്ഞിട്ട് പോകാനൊന്നുമില്ല. എൻ്റെ ലൈഫിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. കാരണം ഞാൻ നിന്നോട്
ഒരുപാട് ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും നീലാതെ വേറൊരു പെണ്ണിനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇത്രയും കാലം ഞാനല്ലായിരുന്നു. ഇനി എനിക്ക് നിന്റെ കൂടെ ഞാനായിട്ട് ജീവിച്ചാൽ മതി. നീ ഓൾറെഡി ആർക്കോ വേണ്ടി അത് യൂസാക്കി. ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ആ ചെക്കനെ രക്ഷിച്ചോളാം. അതത്രയേ ഉള്ളൂ.